അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ ഫാത്തിഹ നമ്മൾ അതിൻ്റെ ഒരായത്തുകൾ ഓതി, അത് അവസാനമായി. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ ഇഖ്ലാസ്. ചെറിയ സൂറത്താണ്, വലിയ പ്രതിഫലമുള്ള സൂറത്തും കൂടിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിനെ പറ്റി പറഞ്ഞത്, ഖുർആന്റെ മൂന്നിലൊരു ഭാഗം ഓതിയ പ്രതിഫലമാണ് ഒരു തവണ ഓതിയാലും. 3 തവണ ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലമായി. അത്രയും മഹത്വമുള്ള, വലിയ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ്. പരിശുദ്ധമായ ഖുർആനിൽ ചെറിയൊരു സൂറത്താണെങ്കിലും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളൊക്കെ പറയുന്ന ഒരു സൂറത്തും കൂടിയാണ്. ഇൻഷാ അള്ളാഹ് അതെങ്ങനെ പാരായണം ചെയ്യണം നമുക്ക് ആരംഭിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറത്തിൻ്റെ വിശദീകരണം ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഉണ്ടാവും. ഇപ്പോൾ അതിലെ ആയത്ത് പറയാം. ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദ് എന്ന ഹായിനെ ശരിക്കും ഉച്ചരിച്ച് പറയണം. ഹ. ഖുൽ ഹുവല്ലാഹു അഹദ്. ഹുവ എന്ന് പറയുന്ന ഹ ഹി ഹു, ആ ഹായാണ്. ഖാഫ് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഖാ ഖീ ഖു 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 ഖു. കാഫായി പോകണം. ചില കുൽ ഹുവല്ലാഹ് എന്ന് പറയും. കുൽ ഹുവല്ലാഹ് എന്ന തെറ്റായില്ല അർത്ഥം. കുൽ എന്നല്ല, ഖുൽ ഖുൽ. ശ്രദ്ധിക്കണം. ഖാ ഖീ ഖു. ഖുൽ ഹുവല്ലാഹു അഹദ്. അഹദ് ഹ. ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ ആയത്താണ് ഇന്ന് പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് മറ്റു ആയത്തും പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.